ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSEയിലെ LKG കുട്ടികൾക്ക് വരുന്ന ഇംഗ്ലീഷ് സിലബസിനെ കുറിച്ചിട്ടാണ്. ഇംഗ്ലീഷിൽ എന്തൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഈ 3 ടേമിലും വരുന്ന ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് LKGയിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് അറിഞ്ഞിരിക്കുന്നത് പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് സിലബസിൽ എന്തൊക്കെയാണ് വരികയെന്ന് നോക്കാം. ആദ്യം തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുക പ്രീ റൈറ്റിംഗ് സ്ട്രോക്സ് ആണ്. അതായത് കുട്ടികളുടെ കൈ വഴങ്ങുന്നതിനുള്ള ആക്ടിവിറ്റീസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇങ്ങനെ ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് ആ ഡോട്ട്സ് കൂടെ കുട്ടികൾ വരയ്ക്കാൻ പഠിക്കുന്നതാണ് പ്രീ റൈറ്റിംഗ് സ്ട്രോക്സ്. ഇത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ആൽഫബറ്റ്സിലേക്ക് കടക്കുള്ളൂ. അതിൽ ആദ്യം വരുന്നത് സ്റ്റാൻഡിങ് ലൈൻ, പിന്നീട് സ്ലീപ്പിംഗ് ലൈൻ, പിന്നീട് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ, അതുപോലെ ലെഫ്റ്റിലേക്ക് ചരിച്ച് വരയുന്നത്, റൈറ്റ് സ്ലാൻഡിങ് ലൈൻ, റൈറ്റിലേക്ക് ചരിച്ച് വരയുന്നത്, ലെഫ്റ്റ് കർവ്, ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കർവ് ചെയ്ത് വരയുക, റൈറ്റ് കർവ്, അപ്പ് കർവ്, ഡൗൺ കർവ്, സർക്കിൾ, ഇങ്ങനെ സർക്കിൾ ചെയ്ത് വരയുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ലെറ്റേഴ്സിലേക്ക് കടക്കുക. കണ്ടോ, ഇതുപോലെ ആയിരിക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുക. ഇതുപോലെ സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിങ് ലൈനും കണ്ടോ, സ്ലാൻഡിങ് ലൈനും കർവും ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ലെറ്റേഴ്സ് പറഞ്ഞു കൊടുക്കുള്ളൂ. പ്രീ റൈറ്റിംഗ് സ്ട്രോക്സ് കഴിഞ്ഞ് അടുത്തതാണ് ആൽഫബറ്റ്സ്. അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കുട്ടികൾക്ക് എഴുതി പഠിക്കാനും പറഞ്ഞ് പഠിക്കാനും ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റിയാണ് ഐഡൻറ്റിഫിക്കേഷൻ. അതായത് പിക്ചർ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് അവയുടെ പേര് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഇതുണ്ടോ, A ഫോർ ആപ്പിൾ, A ഫോർ ആൻഡ്, A ഫോർ അബാക്കസ്. ഇങ്ങനെ പിക്ചർ നോക്കി കുട്ടികളെയും കൊണ്ട് പറയിപ്പിക്കുക. അതിന് ശേഷമാണ് റൈറ്റിംഗ് തുടങ്ങുക, റൈറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങുക. അതിൽ ട്രേസിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഡോട്ട് കൂടെ ട്രേസ് ചെയ്ത് വരയ്ക്കുക. കുട്ടികൾ നമ്മൾ ആദ്യം പ്രീ റൈറ്റിംഗ് സ്ട്രോക്സിൽ ചെയ്തില്ല, അതേപോലെ ട്രേസ് ചെയ്ത് വരഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പിന്നീട് വരുന്നത് ഒബ്ജക്ട്സ് റിലേറ്റഡ് ടു ഈച്ച് ലെറ്റർ. ഓരോ ലെറ്ററിനും മാച്ച് ചെയ്ത് വരുന്ന ഒബ്ജക്ട്സ് ഏതാണോ അങ്ങനെ പഠിക്കുന്നതാണ് ഒബ്ജക്ട്സ് റിലേറ്റഡ് ടു ഈച്ച് ലെറ്റർ. അതായത് ഇപ്പോൾ കണ്ടോ, A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ, അങ്ങനെ ഓരോ ലെറ്ററിനും മാച്ച് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റ് പഠിപ്പിക്കും. നെക്സ്റ്റ് വരുന്നത് ലെറ്റർ റെക്കഗ്നേഷനാണ്. അതായത് കുട്ടി പഠിച്ച ലെറ്റർ മറ്റ് ലെറ്റേഴ്സിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്ത് കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള ആക്ടിവിറ്റിയാണ് ഇത്. നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റിയാണ് റൈറ്റ് ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ്. ഓരോ വേർഡിനെയും ഫസ്റ്റ് ലെറ്റർ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനുള്ള ആക്ടിവിറ്റി. ഇപ്പോൾ ഓൾ എന്നാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ O എന്നുള്ളത് കുട്ടിയോട് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. അടുത്തത് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ മാച്ചിങ്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മാച്ച് ചെയ്ത് വരാനുള്ള ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് സൗണ്ട്സ് ഓഫ് ദി ലെറ്റേഴ്സ്. ഓരോ ലെറ്ററിനും വരുന്ന സൗണ്ട്സ് പഠിക്കുക. M എന്ന ലെറ്ററിൻ്റെ സൗണ്ടാണ് മൗസ്, മാംഗോ. അതുപോലെ N എന്ന ലെറ്ററിൻ്റെ സൗണ്ടാണ് നെസ്റ്റ്, നെറ്റ്. ഇതുപോലുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ടായിരിക്കും. പിന്നീട് പഠിക്കാനുള്ളതാണ് വവൽസ്. വവൽസ് A, E, I, O, U. ഇതേ റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സും വേർഡ്സും കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഈ വവൽ സൗണ്ട്സ് വെച്ചിട്ടുള്ള പിക്ചേഴ്സും വേർഡ്സും കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ റൈമിംഗ് വേർഡ്സ് പഠിക്കാനുണ്ടായിരിക്കും. അങ്ങനെ ഒരേ സൗണ്ട് വരുന്ന റൈമിംഗ് വേർഡ്സിനെ മാച്ച് ചെയ്ത് വരയാൻ. ഇപ്പോൾ ഫാറ്റ്, കാറ്റ്, വാൻ, മാൻ, അതുപോലെ വരയാൻ. പിന്നെ വരുന്നത് മിസ്സിങ് ലെറ്റേഴ്സാണ്. അതായത് മിസ് ചെയ്ത ലെറ്റർ കണ്ടുപിടിച്ച് എഴുതാനുള്ള ആക്ടിവിറ്റി. പിന്നീട് ഫോണിക്സ് ഉണ്ടാവും. ഇതുപോലെ പഠിക്കാനുണ്ടായിരിക്കും. ഇതൊക്കെ ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ റൈംസ്, പിക്ചർ സ്റ്റോറീസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് LKG ഇംഗ്ലീഷ് സിലബസിൽ പഠിക്കാനുള്ളത്. ഈ വവൽസും റൈമിംഗ് വേർഡ്സും ഫോണിക്സും ഒക്കെ ജസ്റ്റ് പറഞ്ഞു പോവുന്നേ ഉണ്ടാവുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് UKGയിലാണ് പഠിക്കാനുണ്ടാവുക. അതുപോലെ അടുത്ത വീഡിയോ മുതൽ നമുക്ക് വർക്ക്ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.